എന്നെയും കൂടി പരിഗണിക്കണം, മേളിൽ നിൽക്കണ മേശിരിയും കൂടി പരിഗണിക്കണം. ഇന്ന് നമുക്ക് ചെറിയൊരു സന്തോഷം തരുന്ന ദിവസമാണ്. വർക്കേരിയാണെങ്കിൽ പോലും നമ്മളെ വീടിൻ്റെ തട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ദിവസമാണ്. ചെറുതാണ്, പക്ഷേ എന്നാൽ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളിന്ന് അതിൻ്റെ തിരക്കിലാണേ. ഈ തട്ട് വാർക്കുന്നു എന്ന് കേട്ടിട്ടുള്ളതല്ലാണ്ട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊന്നും എനിക്ക് അറിയത്തില്ല. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീട് ചെയ്ത സമയത്ത് തട്ട് വാർക്കുന്ന സമയത്തൊന്നും ഞാനുണ്ടായിരുന്നില്ല. അന്നെൻ്റെ നന്ദപ്പന് 6 മാസം കണ്ടേ ഉള്ളൂ നമ്മളെ വീട് വാർത്ത സമയത്തൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീഡിയോയിൽ, ഞങ്ങളുടെ ഇരുമ്പേലത്തെ വീട്ടിലായിരുന്നു ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ വീട് വയ്ക്കുന്ന ആ ഒരു ഡ്യൂറേഷനിൽ എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ ഇരുമ്പേല വീട്ടിൽ ഞാനും അമ്മയും ചേട്ടനും നന്ദപ്പനും സഹോദരനും ഒക്കെ ആയിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ തട്ട് വാർക്കുന്ന സമയത്തൊന്നും ഞാൻ വന്നിരുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ വന്ന് തട്ട് വാർത്തു എന്നും അവർക്കന്ന് പൊറോട്ടയും ചിക്കൻ കറിയും കൊടുത്തു എന്നും. അന്ന് ഇവരൊന്നും അല്ല കേട്ടോ വറുത്തതെന്ന്, വേറെ ആൾക്കാരാണ്. അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാണ്ട് എനിക്കിൻ്റെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. തട്ട് എങ്ങനെയാണ് വർക്ക് ഇപ്പം എന്നാ ചോദിക്കാൻ നിങ്ങൾ വേറെ വീടുകളൊന്നും കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ദൂരെയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ താങ്ങലും തൂണും എന്താ പറയുക, എൻ്റെ തൂണോ ഇതൊക്കെ കൊടുത്തിട്ടിരിക്കുന്ന കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇത്രയും അടുത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മള് പൊളിച്ചടിക്കിട്ടേ പോളെന്നും കൂടെ പറ. സിമെന്റ് വന്നായിരിക്കും. ഞങ്ങളുടെ പിള്ളേരുടെ കുര ശ്രദ്ധിച്ചോ? ഇത്രയും നേരം അവർ കുരച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും നേരം അവർ കുരച്ചിരുന്നില്ലേ? കാരണം ഇതിനകത്ത് അവർക്കറിയാം സ്ഥിരം വരുന്ന ജോലിക്കാരാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വേറൊരു വണ്ടി വന്നപ്പോൾ മൂടിക്കേട്ടിട്ടുന്നതിൽ പോലും അവർ ഭയങ്കരമായിട്ട് കുരച്ചു. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. ഈ കുടുംബത്തിലൊന്നും പെടാത്ത മാതിരി ഇതേ മാറി നിൽക്കണണ്ട ശോഭന രാവിലെ ശോഭനയുടെ ജോലിയിലാണ്. അവരും കൂടെ നിൽക്കട്ടെ. ഇന്ന് കോൺക്രീറ്റ് ചെയ്യണം. ഇനി മണ്ണ് വേണ്ടേ? ദോണ്ട് കിടക്കണ മണ്ണ് മതി. ദോണ്ട് കിടക്കണം. സിമെന്റ് ഉണ്ടല്ലോ, സിമെന്റ് ദേണ്ട ഇപ്പൊ കൊണ്ടുവന്നു. ദേണ്ട സിമെന്റ് അവിടെ കിടക്കണം. നീ കല്ല് ഇറക്കിയാ? ഓ കല്ല് വേണ്ട, ദേണ്ട ചല്ലി ദേണ്ട ഇറക്കിയിട്ടേക്കണ്. അങ്ങോട്ട് പോയി നോക്ക്. ഊണ് കൊടുക്കണേ? ഊണ് കൊടുക്കണേ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാ? അപ്പൊ നമുക്കൂടെ ചോര തന്നെ. നമ്മളടുക്കളയിനകത്ത് ബിരിയാണി. അവനെ കൂടെ വന്ന് പറ വാവ പറ. വാവ പറയട്ടെ. ഇങ്ങോട്ട് നോക്കി പറ.
അങ്ങനെയല്ല മകളെ, ഇതിൽ നോക്കിയിട്ട് ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെ വീട് കോൺക്രീറ്റ് ആണ്. പറ നമ്മളെ വീട്ടില് കോൺക്രീറ്റിലാണ്. ഹലോ ഗായ്സ്. ഹലോ ഗൈസ്. അപ്പോൾ പറ്റി അവിടെ നിൽക്കി. അപ്പൊ അമ്മ കല്ലാത്ത് പോവാൻ പോണ്. ഞാനും അമ്മനെ കൂടെ കല്യാണത്തിൽ വരണേ. ഞാൻ അങ്കമ്പാടി പോകുന്നു. പോ ബാ, ഞാൻ അമ്മ കോൺക്രീറ്റ് ഒന്ന് എടുത്തോട്ട്. തലയിൽ കൂടെ വല്ലത് ഇട്ടിയാരോ എന്തോ. മെഷീൻ മെഷീൻ മെഷീൻ. അങ്ങനെ ഞാൻ തുടങ്ങാതിരിക്കോ? ഹലോ ഗായ്സ് പറഞ്ഞു. രാവിലെ തൊട്ട് ബിരിയാണി ബിരിയാണി ബിരിയാണി. നമ്മളെ വീട്ടിലാണ് ബിരിയാണി. നമ്മളെ മേശിരിമാര് പാർക്ക് നടക്കാൻ പോണെന്ന് പറ. നമ്മളെ പോയിട്ട് നമ്മളെ വീട്ടിലെ മേശിരിമാരാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് പറ. അത് തട്ടിയിട്ടില്ല, ഇങ്ങനെ താന്ന് നിൽക്കുന്നു. ഇങ്ങനെ വന്നിട്ടെ ഇല്ല, തട്ടിയിട്ടില്ല, ഇങ്ങനെ റാ പോലെ വന്ന് നിൽക്കുന്നു. അപ്പോ ഞാനൊരു എൻഗേജ്മെന്റ് ഉണ്ട്, എൻഗേജ്മെന്റിന് പോകാൻ പോകുന്നു. കുഞ്ഞമ്മയെ കൊണ്ടുവന്ന് അംഗൻവാടിയിലാക്കിയിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഇപ്പം ഒന്നും തുടങ്ങിയിട്ടില്ല. ബാക്കി വിശേഷങ്ങൾ അപ്പം കാണാം. ടാറ്റാ. ഈ എൻഗേജ്മെൻറ്റിനാണ് ഞാൻ പോയത്. ചെറിയൊരു ന്യൂസ്റ്റും ഫീലിങ്സും അല്ലാണ്ട് ഇവരെയൊന്നും കാണാൻ പറ്റില്ല. കാരണം എൻ്റെ കൊടുത്ത വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നതായിരുന്നേ. അന്ന് വന്നപ്പോൾ ഈ ചിന്നു ഇവളെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ ഇപ്പോഴത്തെ പ്രായമാണ്. അത് പൊടി കുഞ്ഞായിട്ട് വന്നതാണ്. ഞാൻ ഇവളെ തലയ്ക്ക് കെട്ടി കൊടുക്കും. മുരുക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇന്ന് വലിയ കുട്ടിയായി. അപ്പോൾ അങ്ങനെ ഇവളുടെ എൻഗേജ്മെൻറ്റിനാണ് പോയത്. ഓക്കെ, ഇന്നത്തേത് കളർഫുൾ ആക്കിയിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ തട്ട് ബ്ലാസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു വിഷം നല്ല സങ്കടം ഉണ്ടായത്. അന്ന് ഞാനിവിടെ ചൂരയും ചോറുമാണ് വെച്ചത്. ഇവര് തട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ നിയർ ഒരു ഇടത്ത് ചേട്ടൻ പോയി ഫുഡ് മേടിച്ച്, അപ്പോൾ പൈസയും കൊടുത്തു, ഫുഡും വാങ്ങിച്ച്. ബിരിയാണിയാണ് കേട്ടോ. അവർക്ക് കഴിച്ച് തികഞ്ഞില്ല. അങ്ങനെ എന്നോട് പറഞ്ഞ് കുറച്ച് ചോറ് തരുമെന്ന്. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ചോറ് കൊടുത്തിട്ട് മുഴുവൻ അവർ കഴിച്ചു. അന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഇനി ഇവിടെ ഒരു വർക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കേണ്ട വർക്ക് വന്നാൽ ഗ്രാൻഡ് ആക്കുമെന്ന്. അങ്ങനെ അതേ ഉണ്ടോ, ബിരിയാണി ഉണ്ടാക്കി, ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി, ചിക്കൻ, മുട്ട, ചക്ക, പൈനാപ്പിൾ, സാലഡ്, ഫുള്ള് സെറ്റപ്പാണ്. ഇന്ന് ഒന്നും പറഞ്ഞ് പോകരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം സെർവ് ചെയ്യാൻ പോകണം. വയറ് നിറച്ച് കഴിക്കണം, ഫുള്ളി ഹാപ്പി ആയിട്ട് പോകണം. അപ്പോൾ സെർവ് ചെയ്യാൻ പോവാം. ഇനി എവിടെ കൊണ്ട് വയ്ക്കുന്നത് എപ്പെട്ടാ ചോദിച്ചാണ്. സൂപ്പറായി, അടിപൊളി. എന്നാലും നിങ്ങൾ അത് എങ്ങനെയാണോ ചോദിച്ചത്? വെളിയിൽ നിന്ന് 5 പേർക്ക് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇന്നല്ല അവൻ നമ്മളോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഇഡ്ഡലിയും സാമ്പാർ എനിക്കെപ്പോൾ തീരണമെന്ന് അറിഞ്ഞൂടാ. ഇഡ്ഡലിയും സാമ്പാറും വേണം, ബിരിയാണിയാണോ? ഇല്ലേ, ബിരിയാണിയാണോ? അപ്പോഴാണ് അവൻ പറഞ്ഞത്, അണ്ണാ ഇഡ്ഡലിയും സാമ്പാർ അങ്ങനെ നമ്മൾ തരാറില്ല, ബിരിയാണി ഉച്ചയാവും. അങ്ങനെ ഞാൻ പോയി 2 കിലോ ചിക്കൻ അവിടെ ഓർഡർ ചെയ്തു. 2 കിലോ 2 കോഴി ചിക്കൻ 4 കിലോ 4 കിലോ ചിക്കനും പറഞ്ഞു. ബാക്കിയെല്ലാം വീട്ടിൽ വെളുപ്പിനെ അവിടെ വെച്ചിട്ട് എൻഗേജ്മെന്റിന് കൊള്ളാണോ? പതിയെട്ട് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞില്ല, ഇത് വീട്ടിൽ വെച്ചതാണ്. കാര്യം കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല. അത് തികയൂലേട്ടാ, അന്നത്തെ തികയാത്ത വിഷമേ വെച്ചാണ് ഇന്ന് ഇത് ചെയ്തത്. വലിയൊരു പടമുണ്ട്. ഇതെന്താ മരം കാച്ചി പണ്ട് എവിടെ ഇരിക്കണ സിമെന്റ്? മണ്ണ് മണലിൽ കിടക്കണം. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ടീംസ് ഒക്കെ ടാറ്റ പറയാണ് ഗൈസ്.
സോപ്പ് ചീപ്പ് കണ്ണാടിയോടെ നീ അത് തന്നില്ലെങ്കിൽ നിനക്ക് ഉപ്പാട് വരും. ചേട്ടാ എവിടെ എടുത്ത് മാറ്റി വെച്ചേക്കണ ചേട്ടാ? കൊച്ച് സോപ്പ് എടുത്ത് കടിക്കുന്നില്ല. എന്നില്ല വെയിറ്റ് ഞാൻ എടുത്തു തരാം. വെയിറ്റ് ഇല്ല, ഇവിടെ വരെയല്ലേ. അതാണ് നാളെ കഴിഞ്ഞ് വരൂലേ? നാളെ കഴിയിട്ട് നമുക്ക് അത് അതെ അതിന് വരുമല്ലോ, ഞാൻ എടുത്ത് വെച്ചേക്കാം. ചേട്ടാ അല്ല അതിനെ സേഫായിട്ട് എവിടെയെങ്കിലും കൊണ്ടെത്തിങ്ങനെ നിൽക്കണം. നിപ്പത്ര പന്തിയില്ല. നിൽക്കണം നിപ്പ. അങ്ങനെ പറയാനും വേണമല്ലോ മുതലാളിമാർ. ഇതിനെ കൊണ്ട് പോണം. അയ്യോ അയ്യോ. ഓ നാളെ ഇത് വാരി വരും. നാളെ ഇല്ലമ്മോ, മറ്റന്നാൾ. ഓക്കെ ഓക്കെ. നാളെ വരി വരും. നാളെ ഇല്ല, മറ്റന്നാൾ പോരെ. നാളെ ഇത് നാളെ ഇല്ല, നാളെ ഇന്ന് വീട്ടിലല്ലേ ഉള്ളൂ. മറ്റന്നാൾ സ്ട്രോങ് ആയിട്ടൊക്കെ പൂശണമെന്ന് പറയാം. പൂശൊക്കെ നേരെ തേക്കണം എന്ന് പറ. നേരെ തേക്കണം. നമ്മൾ നേരെ തേക്കൂല്ലേ? നേരെ തേക്കണം. ഞാൻ നേരെ തേക്കോ ഇല്ലേ? തേച്ചിട്ട് വൃത്തിയാക്കണം. ഞാൻ വൃത്തിയായിട്ട് തേക്കൂല്ലേ? മര്യാദക്കൊക്കെ തേക്കണമെന്ന് പറ. അരിയാരിച്ചൊക്കെ തേക്കണം. അപ്പൊ നമ്മളെ നിങ്ങൾ ഭീഷണി അല്ലേ? ഓക്കെ. അയ്യോ ഇളക്കി വിട്ടു. ഭീഷണിയാണേ, ഇവ ഭീഷണിയാണ്. ഇളക്കി വിട്ടുകൊടുത്താൽ ശോഭന 1.5 ശോഭന തന്നെ. 2.5 വരും. ജോലിയൊക്കെ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാരും കാണൂന്നൊക്കെ പറയാമ്മ. വരട്ട്. എല്ലാരും ചെയ്തില്ലെങ്കിൽ എല്ലാരും കാണും. ആ ഒരു 2000 കൂടുതൽ തരുമോ? ഇത് തീരം എല്ലാരും 2000 കൂടുതൽ തരും. മോയിക്കോണു മോൻ ആ 2 കൊടു, കൈ കൊടുത്തില്ല 2 ദിവസം കഴിഞ്ഞു. ഓക്കെ. ഇതെല്ലാം വരും. ഇതെല്ലാം വരും, എല്ലാം പതിയും. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട ചാക്കിട്ട് നനച്ചിടുന്ന പരിപാടിയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. നമ്മുടെ ആദ്യത്തെ വീട് ചെയ്തപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലെന്നല്ല, ആദ്യത്തെ അല്ല, ഈ വീട് ചെയ്തപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീട്ടിലായിരുന്നു. അന്ന് ഞാൻ വന്നൊന്നുമില്ല, ചേട്ടനെല്ലാം ചെയ്തേ. ഇത്രയും ഭാഗവും കൂടെ ചാക്കില്ലാതെ ഇവിടെ കയറി പോണം. ഓ ഓ